സഹോദരന്മാരെ, ഈ വീഡിയോ നിങ്ങളെല്ലാം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഇന്നലെ നടന്ന സംഭവം. എവിടെ? മുണ്ടുകുഴി എന്ന് പറയുന്ന പ്രദേശത്ത് നബിദിന റാലിയിൽ നടന്നൊരു അടിയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. മിനിഞ്ഞാന്ന് നടന്നത് റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് മോന്തിക്ക് നടന്നത് വടകരക്കടുത്തുള്ള ഒരു പള്ളിയിലേനു അടി, കാളപ്പോര്. അതിപ്പോ എല്ലാം കൂടി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മുണ്ടുകുഴിയിലെത്തിയിട്ട് റോഡുമലായിട്ടുണ്ട്. എന്നാ സംഭവം? നബിദിന റാലി നടക്കുന്നു. നബിദിന റാലിയിൽ സമസ്തന്റെ കൊടി പിടിക്കുന്നു, സമസ്തന്റെ SKSSF-ന്റെയും കൊടി പിടിക്കുന്നു. ഒരു വിഭാഗം പറഞ്ഞ് പിടിക്കാൻ വേണ്ടി പറ്റൂല. ഏതായി ഒരു വിഭാഗം? മറ്റുള്ള വിഭാഗമൊന്നുമല്ല. AP വിഭാഗക്കാരോ അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിലെ ഇതര വിഭാഗമോ അല്ലെങ്കിൽ മുജാഹിദുകാരോ ജമാഅത്തുകാരോ മുസ്ലിം, അവര് നബിദിനം ആഘോഷിക്കില്ല. എന്നാൽ ഒരു വലിയ പരിപാടിയാകുമ്പോ അവരെല്ലാം ചിലപ്പോൾ വന്നിട്ട് എന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അവരൊന്നും അല്ല ഇത്. ഇതാരാന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗുകാർ വന്നിട്ട് പറയുമല്ലോ, സമസ്തന്റെ കൊടിയോ SKSSF-ന്റെ കൊടിയും പിടിക്കാൻ പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എടിയെത്തി. പരമാവധി നമ്മളെ പ്രവർത്തകന്മാരെ മുല്ലത്തറ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി എത്തിക്കണേ. പരമാവധി ആടുന്ന് ഇവിടുന്നെല്ലാം നല്ല കൽപ്പുള്ള സൈസുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാ. പ്രശ്നങ്ങൾ അഥവാ പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ അടിച്ച് കണ്ണം കൂടിച്ച് കാണും, നിരത്തിയിട്ട് എടുക്ക. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും നല്ല നല്ല പ്രവർത്തകന്മാർ നാളെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് എന്താക്കണോ, മുല്ലത്തറ പള്ളിയിലെത്തുക. എന്നിട്ട് ആടെയുള്ള നാട്ടുകാർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഈ ഊതിയാറൊക്കെ നമ്മളെ പാർട്ടിന് പൈചാരുന്ന ആൾക്കാരെ വെച്ച് കാച്ചു കൊടുക്കുക. വേറെ പരിപാടി ഒന്നുമില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ പരിപാടിയും ബഹുമാനപ്പെട്ട മുല്ലത്തറ ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിന്റെ ഭാഗത്തുണ്ടാണെന്ന് ചെറിയൊരു അഭ്യർത്ഥന എന്റെ ഭാഗത്ത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നാളെ നിങ്ങള് നമസ്കാരം. വടകരയിലെ കണ്ണുക്കരയിലെ മാടാക്കര മുഹിയുദ്ദീൻ ജുമാഅത്ത് പള്ളിയിലെ അടിപിടിയാണ് നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണേണ്ടത്. നോക്കൂ, പോലീസ് ബൂട്ടിട്ട് പവിത്രമായ പള്ളിക്കകത്ത് കയറി നെരിവട്ടം തല്ലുകയാണ്. പുണ്യ നബിയുടെ, അതായത് സുജൂദിൽ പോയ സമയത്ത് കഴുത്തിൽ ഒട്ടകമാല ഇട്ടിട്ട് അത് അവിടെ തന്നെ സുജൂദിൽ തുടർന്ന പ്രവാചകൻ, ക്ഷമയുടെ അങ്ങേയറ്റമായിരുന്ന പ്രവാചകന്റെ ജന്മദിനത്തിൻ്റെ തലേ ദിവസം മൗലിദ് പാരായണത്തിന് നേതൃത്വം കൊടുത്ത പള്ളിയിലെ ഖത്തീബിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ബഹളമുണ്ടാക്കി. അങ്ങനെ പോലീസ് വന്ന് അടിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് മുഹിയുദ്ദീൻ പള്ളിയുടെ സമീപത്ത് പോയിട്ട്